ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അല്പസമയം ശ്രദ്ധിക്കണമേ. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാപത്തിൽ മരിച്ച് പ്രവൃത്തികളാൽ നാറ്റം വമിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളായിരുന്ന നമ്മെ ഉയർപ്പിച്ച വിധമാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ആദ്യ ക്ലാസ്സിൽ നാം പഠിച്ചത്. പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്ന നമ്മോട് കരുണാസമ്പന്നനായ ദൈവത്തിന് തോന്നിയ മഹാസ്നേഹം, അതാകുന്നു നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ശ്രദ്ധിച്ചാട്ടെ. എഫേസ്യ ലേഖനം 2-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. അതിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ഒരു ക്രിസ്തുവിശ്വാസിയുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ചാണ് നാം കണ്ടത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്ന് കണ്ടു. നാം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് രക്ഷയെക്കുറിച്ചായിരുന്നു പ്രധാനമായും സംസാരിച്ചത്. അതിൻ്റെ 19-ാം വാക്യത്തിൽ അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന വലിയ ശക്തിയെക്കുറിച്ച് പൗലോസ് പറയുന്നു. മരിച്ച പാപികളെ ജീവിപ്പിക്കുന്ന ശക്തി ഇതത്രേ. ഇവിടെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. അത് ആദാമിൻ്റെ പാപത്തെക്കുറിച്ചത്രേ പറയുന്നത്. അതെ, നമ്മിൽ ഓരോരുത്തരിലും കടന്നുകൂടിയ ആ ആദ്യ പാപം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദാമിൻ്റെ പാപം നമ്മെ വീഴ്ച സംഭവിച്ച ഒരു മനുഷ്യൻ്റെ മക്കളാക്കി. അങ്ങനെ നമുക്കെല്ലാം ആദാമിനുണ്ടായിരുന്ന അതേ സ്വഭാവമാകുന്നു ഉള്ളത്, അതേ പ്രകൃതം. വീഴ്ച സംഭവിച്ച ഒരു സ്വഭാവമാണത്. ദൈവത്തോടൊരു ചായ്വോ താല്പര്യമോ ഇല്ലാത്ത സ്വഭാവം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സത്യമാണെന്ന് സമ്മതിച്ചേ മതിയാകൂ. ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായിരുന്നു. ദൈവത്തെ അവിശ്വസിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്ത നിമിഷം ആദാം ആത്മീകമായി മരിച്ചു. അവൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിച്ചു. അവൻ ദൈവത്തെ അന്വേഷിക്കുകയല്ലായിരുന്നു. അതവന് ഭീതിജനകമായിരുന്നു. അവൻ ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്നും ഓടി ഒളിക്കുവാനാണ് ആദാം ശ്രമിച്ചത്. ഇന്നും സ്വാഭാവിക മനുഷ്യൻ്റെ അവസ്ഥ ഈ പറഞ്ഞത് തന്നെയാണ്. മനുഷ്യനിൽ ദൈവത്തിൻ്റെ ഒരു അംശമുണ്ടെന്നും അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ തേടി നടക്കുന്നു എന്നും പലരും പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് അത് വെറും തെറ്റായ ഒരു പഠിപ്പീരാണ് എന്നത്രേ. നിന്നിലുള്ള ദൈവത്തെ കണ്ടെത്തുക എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതിന് ശ്രമിച്ചാൽ അല്ല, ഇതുവരെ ശ്രമിച്ചിട്ടുള്ളവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച നിമിഷം തന്നെ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും അവൻ മരിച്ചു, വേർപെട്ടു. അവൻ ശാരീരികമായി മരിച്ചു എന്നല്ല, അത് 900 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണല്ലോ സംഭവിച്ചത്. എന്നാൽ ദൈവത്തോടുള്ള അവൻ്റെ താല്പര്യവും അവൻ്റെ വാഞ്ചയും ദൈവവുമായുള്ള ആശയവിനിമയം എല്ലാം നഷ്ടപ്പെട്ടു. അവൻ ദൈവത്തിൽ നിന്നും വേർപെട്ടു. മരണമെന്ന് പറഞ്ഞാൽ തന്നെ വേർപെടൽ എന്നാകുന്നു, സെപ്പറേഷൻ. എല്ലാ മരണവും വേർപെടൽ തന്നെയാണ്. ശാരീരിക മരണം എന്നാൽ ആത്മാവും ദേഹിയും ദേഹത്തിൽ നിന്നും വേർപെടുകയാണ്. ആരെങ്കിലും മരിക്കുമ്പോൾ അവരുടെ ആത്മാവും ദേഹിയും ദേഹത്തിൽ നിന്ന് വേർപെടുന്നത് നാം കാണാറില്ല. നാം മരിച്ച
ആ ശരീരം അല്ലെങ്കിൽ മൃതദേഹം മാത്രമേ കാണൂ. ആത്മീയ മരണം ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. പാപം ചെയ്തതിന് ശേഷവും ശാരീരികമായും മാനസികമായും ജീവിക്കുവാൻ മനുഷ്യന് സാധിച്ചു, എന്നാൽ ആത്മീകമായി അവൻ മരിച്ചിരുന്നു. ദൈവത്തിൽ നിന്നും വേർപെട്ടിരുന്നു മനുഷ്യൻ. അവൻ്റെ സന്താന പരമ്പരകൾക്കെല്ലാം തന്നെ അവൻ ആ മരിച്ച മനുഷ്യൻ്റെ സ്വഭാവമാണ് നൽകിയത്. ഇന്ന് ഈ ലോകത്തിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സാക്ഷിയിൽ കുത്തലുണ്ടാക്കുന്നത്. താങ്കൾക്കോ എനിക്കോ അത് ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഓരോ പ്രസംഗവും തയ്യാർ ചെയ്യുമ്പോഴും അത് പ്രസംഗിക്കുമ്പോഴും ഈ വലിയ സത്യം ഞാൻ സ്വയം ഓർക്കാറുണ്ട്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രസംഗിച്ചാലും പരസ്യ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചാലും പള്ളികളിൽ പ്രസംഗിച്ചാലും എൻ്റെ വാചാലത കൊണ്ടോ കഴിവുകൾ കൊണ്ടോ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് കൊണ്ടോ ആരെയും ദൈവത്തിലേക്ക് നേടുവാൻ സാധ്യമല്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ എനിക്ക് ശക്തമായി ശുശ്രൂഷിപ്പാൻ സാധിക്കും. ആത്മീയമായി മരിച്ച മനുഷ്യന് കേൾക്കത്തക്കവണ്ണം സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ സാധിക്കൂ. അങ്ങനെ സംഭവിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്കളും ഞാനും ഈ ലോകത്തിൽ വാസ്തവത്തിലൊരു സെമിത്തേരിയിൽ ജീവിക്കുന്നത് പോലെയാകുന്നു. ഇത് മറ്റുള്ളവരെക്കുറിച്ചുള്ള ഭാരത്താൽ നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കേണ്ടതാണ്. ഒരു ശവശരീരത്തിന് പ്രതികരിക്കുവാൻ കഴിയാത്തതിനാൽ നാം അതിനെ കുറ്റപ്പെടുത്താറുണ്ടോ? നമുക്ക് സഹതാപം തോന്നുകയാണ് പതിവില്ലേ? ഇതേ മനോഭാവം നമുക്ക് ക്രിസ്തുവിലായിട്ടില്ലാത്ത ഒരു വ്യക്തിയോടും ഉണ്ടാകണം. ആദാം ചെയ്തതാണ് അതിക്രമം. ദൈവം വെച്ച അതിരിനെ അവൻ അതിക്രമിച്ചു. പാപം എന്നാൽ ലക്ഷ്യം പിഴയ്ക്കുക എന്നത്രേ. നാം ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് വരുവാൻ കഴിവില്ലാത്തവരാണ്. അതത്രേ നമ്മുടെ അവസ്ഥ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് സാത്താനാൽ ഉദ്യപിപ്പിക്കപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന അവസ്ഥ. നാം ക്രിസ്തുവിൽ ആകുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ അതായിരുന്നു. നമ്മുടെ പഴയ കാലത്തെക്കുറിച്ചുള്ള വിവരണം അത്ര ഭംഗിയുള്ളതല്ല. നാം ഈ ലോകത്തിൻ്റെ കാലഗതിയെ അനുസരിച്ച് നടന്നു. നാം നമ്മുടെ സമൂഹത്തോട് അനുരൂപപ്പെട്ട് ഇവിടുത്തെ സംസ്കാരത്തോടും ജീവിത രീതിയോടും ഇടകലർന്ന് ലോകമയത്വത്തിൽ ജീവിച്ചിരുന്നു. അതെ, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന, അവരെ ഉദ്ദീപിപ്പിക്കുന്ന ശക്തിയെ, ആകാശത്തിലെ അധികാരിയെ അനുസരിച്ച് നടന്നു. അത് സാത്താനാണ്. അവൻ മനുഷ്യരെ തെറ്റായ വഴികളിൽ നയിക്കുന്നു. അവൻ മനുഷ്യരെ അവൻ്റെ അടിമകളാക്കിയിരിക്കുന്നു. 2-3 വാക്യങ്ങളിൽ നമ്മുടെ 3 ശത്രുക്കളെക്കുറിച്ച് കാണുന്നു. ലോകം, പിശാച്, ജഡം. ഇവ 3ഉം നമ്മെ ബന്ധിതരാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സദാ. ക്രിസ്തുവിലാകുന്നതിന് മുൻപ് നാം ഇവയുടെ അടിമകളായിരുന്നു. ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു ജീവിതം. മരണത്തിൻ്റെ പിൻപിലെ ശക്തി പാപമാകുന്നു എങ്കിൽ നമ്മെ ഇത്രമാത്രം ബന്ധിതരാക്കുവാൻ കഴിവുള്ള എന്താണ് പാപത്തിൻ്റെ പിൻപിൽ എന്ന് പൗലോസ് വിശദീകരിക്കുന്നു. അതത്രേ ലോകം, ജഡം, പിശാച്. ഇന്ന് ക്രിസ്തു വിശ്വാസികൾ ലോകത്തിൽ നിന്നും വേർപെട്ടവരായിരിക്കണമെന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ജഡീകമോ ഭക്തികെട്ടതോ ആയ കാര്യങ്ങളാണ്. നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ പാപത്തിൻ്റെ സ്വഭാവം മാനസികവും ആത്മികവുമാണ്. ഇവ ദൈവദൃഷ്ടിയിൽ ഭൗമികമായ പാപങ്ങളെക്കാൾ മോശമാണ്. യാക്കോബ് തന്നെ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട്
ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ഇത് ദൈവവചനം. വളരെ ഭക്തി പുരസ്സരം അനേകരും ആരാധനകൾക്ക് വന്നിട്ട് അവർ ലോകത്തിൽ നിന്നും വേർപെട്ടവരാകുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. അവർ ചിന്തിക്കുന്നതോ അഥവാ അവരെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചതോ ആകാം. ഈ പള്ളിയിലും പ്രാർത്ഥനകൾക്കുമൊക്കെ പോകുമ്പോഴുള്ള ഭക്തി മതിയാകും എന്ന ചിന്തയാണ് അനേകർക്കും. തിങ്കളാഴ്ച രാവിലെ ആയി കഴിയുമ്പോൾ അവർ വളരെ വ്യത്യസ്തരായി ജീവിക്കുവാൻ ആരംഭിക്കും. ലോകം മുഴുവൻ പണത്തിൻ്റെ പിൻപേ ഓടുമ്പോൾ ഈ ഭക്തരെന്ന് പറയുന്നവരും അതിൻ്റെ മുമ്പിലോടും. അതാണ് നാം കാണുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾക്കും വിനിയോഗിക്കുവാനായി മാത്രം ഇവർ സമ്പാദിക്കും. അതിനായി ഏതൊരന്യായവും അവർ കാണിക്കും. അതത്രേ യാക്കോബ് സംസാരിക്കുന്നത്. അങ്ങനെയൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് ഒരു ക്രിസ്തു വിശ്വാസി. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സുഹൃത്തെ, താങ്കളുടെ ജീവിതം ആരാധനയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നില്ല എങ്കിൽ താങ്കളുടെ ആരാധന ജീവിതത്തിനനുസരിച്ച് താണുപോകും. അത് ഒടുവിൽ താങ്കളെ പിന്മാറ്റത്തിലേക്ക് വലിച്ചിഴയ്ക്കും. യോഹന്നാൻ അത് പറഞ്ഞപ്പോൾ ഇപ്രകാരമാണ് തൻ്റെ ലേഖനത്തിൽ എഴുതിയത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ അവൻ പറയുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. തങ്ങൾ മോശപ്പെട്ട പാപങ്ങളിലൊന്നുമല്ല ജീവിക്കുന്നത് എന്ന് ഒരു വലിയ പങ്കാളുകൾ പറയാറുണ്ട്. ഇന്നാരെയും പോലെ ഞാൻ ആ പാപങ്ങളിലൊന്നുമല്ല ജീവിക്കുന്നത്, ഞാൻ അതൊന്നും ചെയ്യത്തക്കവണ്ണം അത്ര താണ അവസ്ഥയിലൊന്നുമല്ല. എന്നാൽ സുഹൃത്തെ, അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ താങ്കൾക്ക് ഇഷ്ടമാണോ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിലാണോ താങ്കൾ അങ്ങനൊന്നും ചെയ്യാത്തത്? അതോ അവ പാപമാകുന്നു എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും അവയെ വെറുക്കുന്നത് കൊണ്ടുമാണോ? മനുഷ്യർ തെറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളിൽ താങ്കൾ കാണാറുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ. അങ്ങനെ കാണുവാനുള്ള താല്പര്യത്തിന് കാരണം അതേ കാര്യങ്ങൾ പരോക്ഷമായി താങ്കൾ ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. താങ്കൾക്ക് ചെയ്യുവാൻ കഴിയാത്തതിനാൽ മറ്റുള്ളവർ അതേ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടോ വായിച്ചോ ചിന്തിച്ചോ സംതൃപ്തി അടയുവാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു. ഇതൊരു തരം വിനോദമാകുന്നു. ഈ മുടിയംപുത്രൻ്റെ ഉപമ ഇത്ര പ്രസിദ്ധമായതിൻ്റെ കാരണമറിയാമോ? പലപ്പോഴും അത് പലരും പ്രസംഗിക്കുന്ന വിധം കൊണ്ടാണ്. അവൻ ദൂരദേശത്തായിരുന്നപ്പോൾ ചെയ്ത ഒരൊറ്റ പാപം പോലും നമ്മുടെ കർത്താവ് സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ പല ഉപദേശിമാരുടെയും പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താങ്കളെ അവനോടൊപ്പം നിശാ ക്ലബ്ബുകളിൽ നിന്നും വേറൊന്നിലേക്കും, ബാറിൽ നിന്നും വേറൊന്നിലേക്കും, വേശ്യാലയത്തിൽ നിന്നും മറ്റൊന്നിലേക്കും കൊണ്ടുപോകുവാൻ പലർക്കും ഒരു മടിയുമില്ല. ഈ മസാല ചേർത്താൽ പ്രസംഗം ചെലവാകുമെന്നതിനാലാണ് പലരും ഇതിൻ്റെ പുറകെ പോകുന്നത്. എന്നാൽ പല വിശുദ്ധന്മാരും അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. കാരണം അവർ പാപം പരോക്ഷമായി ആസ്വദിക്കുന്നവരാണ്. പടം കണ്ടും പുസ്തകങ്ങൾ വായിച്ചും രഹസ്യപാപങ്ങളിൽ ജീവിക്കുന്നവരാണ്. ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ യോഹന്നാൻ അർത്ഥമാക്കുന്നത് അതത്രേ. ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ വാസ്തവത്തിൽ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? ലോകത്തെക്കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾ കർത്താവിൻ്റെ വരവിനായി വാസ്തവത്തിൽ വാഞ്ചയോടെ കാത്തിരിക്കുകയാണോ? ഓ ആന്നേ എന്ന് പലരും ഇപ്പോൾ പറയും. അതെ, ക്രിസ്തുവിൻ്റെ സഭയെ മധ്യാകാശത്തിൽ ചേർത്ത് കൊള്ളുന്ന കർത്താവിൻ്റെ ആ വരവിനായി അതേക്കുറിച്ച് സംസാരിക്കുന്നത് വാസ്തവത്തിൽ അതിമഹത്തായൊരു കാര്യമാണ്. എന്നാൽ ചില ചോദ്യങ്ങൾ ഞാൻ വ്യക്തിപരമായി ഒന്ന് ചോദിക്കട്ടെ. അങ്ങനെ ഈ ലോകം വിടേണ്ടി വരുമ്പോൾ ഇതുമായി അത്ര അടുത്തു പോയതിനാൽ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? താങ്കളുടെ ജോലിയിലോ ബിസിനസ്സിലോ
ഒരു കുടുംബത്തിലോ വല്ല ക്ലബിലോ അതൊന്നുമല്ലെങ്കിൽ ലൗകികമായ ഒരു സഭയിലോ ബന്ധിതനാണോ താങ്കൾ? എല്ലാം വ്യത്യാസപ്പെടും എന്നതിനാൽ ഇവിടം വിട്ടു പോകുവാൻ താങ്കൾക്ക് മടിയായിരിക്കുമോ? നഷ്ടപ്പെട്ട ലോകത്തെ ശിമോൻ പത്രോസ് വിവരിച്ചത് ഇപ്രകാരമാകുന്നു. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാക്കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകൻ്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ഒരു ദൈവപൈതൽ എന്ന നിലയിൽ താങ്കൾ ഈ സാഹചര്യത്തിന് യോജിക്കുമോ? ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നാം ആകാശത്തിലെ അധികാരത്തിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അത് സാത്താനാണ്, എല്ലാവർക്കും അറിയാം. നമുക്ക് ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കുവാൻ സാധ്യമല്ല. നാം നമ്മെ ആർക്ക് വിധേയപ്പെടുത്തുന്നുവോ അവനായിരിക്കും നമ്മുടെ യജമാനൻ. ആരെയാണ് സേവിക്കുന്നതെന്ന് ഓരോ ക്രിസ്തു വിശ്വാസിയും തീരുമാനിക്കേണ്ടതുണ്ട്. ചിലർ ചിന്തിക്കുന്നത് ദൈവത്തെ സേവിക്കുക എന്നാൽ ലോകപ്രകാരമുള്ള വസ്ത്രധാരണവും ലോകപ്രകാരമുള്ള വിനോദവും ഒക്കെ വേണ്ട എന്ന് വെക്കുക, തെറ്റായി പഠിപ്പിക്കുന്നു എന്ന് തോന്നുന്ന അഥവാ തെറ്റല്ലെങ്കിലും ശരിയാണെങ്കിലും എൻ്റെ സഭയിലല്ലാത്തവരുമായി സഹകരിക്കാതിരിക്കുക, ഇതൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അതല്ല വേർപെടുക എന്ന് പറഞ്ഞാൽ നാം ഇന്ന് കേൾക്കുന്നതെല്ലാം അതുപോലെയുള്ള കാര്യങ്ങളാണ്. താങ്കളുടെ സ്വന്തം ജീവിതം കയ്പും നീരസവും അസൂയയും സ്വാർത്ഥതയും ഒക്കെ ആയിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള വേർപാടിനെക്കുറിച്ച് പറയുന്നത് കപടഭക്തിയാണ്. താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്നത് തന്നെ നികൃഷ്ട പാപത്തിലാണ്. പൗലോസ് പറയുന്നത് നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട്. പൗലോസ് ഇവിടെ തന്നെയും ചേർത്ത് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചോ? നാം, അതിനകത്ത് പൗലോസും ഉണ്ട്. നിർഭാഗ്യവശാൽ ആ പഴയ ജഡത്തിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന അനേകം ക്രിസ്തു വിശ്വാസികളുണ്ട്. ലോകത്തിൻ്റെ ചിന്താഗതികളെ അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും പോലെ അവരും ജീവിക്കുന്നു. ദൈവമില്ലാത്ത തത്വശാസ്ത്രത്തിലും സാത്താൻ്റെ ചിന്താഗതികൾക്കും അനുസരിച്ച് അവർ പ്രചോദിതരായി ജീവിക്കുന്നു. അവരോട് സംസാരിക്കുവാൻ തുടങ്ങിയാൽ ആകെ പറയുവാനുള്ളത് അവരുടെ ബിസിനസ്, അവരുടെ മക്കളുടെ ജോലി, അവരുടെ ബന്ധുക്കളുടെ തറവാടിത്വം, അവർക്കൊക്കെയുള്ള പദവികൾ, അവർക്കൊക്കെയുള്ള സൗകര്യങ്ങൾ. ദൈവിക കാര്യം യാതൊന്നും അവരുടെ നാവിൽ നിന്ന് വരില്ല. ഇവിടെ ജഡം എന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തെ അല്ല ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. പിന്നെയോ വീഴ്ച സംഭവിച്ച നമ്മുടെ സ്വയകേന്ദ്രീകൃതമായ മാനുഷിക സ്വഭാവത്തെയാണ്, അതിൻ്റെ മോഹങ്ങളെയാണ് ജഡത്തിനും മനോവികാരങ്ങൾക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതത്രേ. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നതിലെ തെറ്റാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ശരീരത്തിൻ്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങളിൽ തെറ്റൊന്നുമില്ല എന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. അത് ആഹാരത്തിനായുള്ള ആഗ്രഹമായാലും വിശ്രമത്തിനായുള്ള ആഗ്രഹമായാലും ലൈംഗിക വികാരമായാലും ഒക്കെ ശരി, അതിൽ തന്നെ തെറ്റൊന്നുമില്ല. കാരണം മനുഷ്യ ശരീരം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. എന്നാൽ ആഹാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അമിതാഹാരപ്രിയവും, ഉറക്കം അലസതയും, ലൈംഗിക വികാരം അതിരുകടന്നത് ആകുമ്പോൾ സ്വാഭാവിക ആഗ്രഹങ്ങൾ പാപങ്ങളായി വികൃതമാക്കപ്പെടും. വേറൊരു കാര്യം, ഈ ജഡമോഹങ്ങൾ എന്നാൽ മനസ്സിൻ്റെ തെറ്റായ ആഗ്രഹങ്ങളും ഉൾപ്പെടുന്നവയാണ്. ഉദാഹരണത്തിന് അഹങ്കാരം, തെറ്റായ ലക്ഷ്യങ്ങൾ, അറിഞ്ഞ സത്യത്തെ ത്യജിക്കുക, പ്രതികാര വാഞ്ച, ഇതൊക്കെ അതിൽപ്പെടും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജഡം എല്ലാ വിധത്തിലുമുള്ള സ്വയസംതൃപ്തിയും, കുടുംബം, മാതാപിതാക്കൾ, വർഗ, മത, ജാതി, നീതി ഇവയിലൊക്കെ അഹങ്കരിക്കുന്നതും തെറ്റാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. ദൈവത്തിനും മനുഷ്യനും എതിരായി എവിടൊക്കെ സ്വയം തലയുയർത്താമോ അവിടെയാണ് ജഡം. എന്നാൽ ഈ അടിമത്വത്തിൽ നിന്നെല്ലാം കർത്താവ് നമ്മെ രക്ഷിച്ചു. ഇന്ന് നാം അതിമഹത്തായ ഒരു സ്ഥാനത്താണ്. അതത്രേ തുടർന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അതെ, എത്ര മനോഹരമായിട്ടുള്ള, എത്ര അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥാനത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടാക്കിയിരിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ദൈവം കരുണാസമ്പന്നനാണ്. അവൻ എന്നോട് കരുണ തോന്നി. അവൻ ഇന്നും എന്നോട് കരുണയുള്ളവനാണ്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ നിന്നും എത്രമാത്രം വ്യത്യാസപ്പെട്ടാകുന്നു ഇതെന്ന് ശ്രദ്ധിച്ചാട്ടെ. ആദ്യത്തെ ആ വാക്യങ്ങൾ ഇരുണ്ടതും ആശയറ്റതുമാണ്. മനുഷ്യനൊരു തികഞ്ഞ പരാജയമാണെന്ന് അവിടെ കണ്ടു. തന്നെ തന്നെ രക്ഷിക്കുന്നതിന് അവൻ അപ്രാപ്തനാകുന്നു എന്ന് നാം കണ്ടു. മരണത്തിൻ്റെ ഈ രംഗത്ത് ദൈവം കരുണയുമായി വരുന്നു. അവന് വളരെ കുറച്ചോ വളരെ താമസിച്ചോ എന്നൊരു പ്രമാണമില്ല. അത് നമുക്കാണ്. അവൻ എല്ലായ്പ്പോഴും ആവശ്യം പോലെയാണ്. അവൻ അനാദിയായ ദൈവമാണ്. അവൻ കരുണയിൽ സമ്പന്നനാണ്. അവൻ്റെ കൈവശം കുറവില്ല സുഹൃത്തേ. അതെ, മനുഷ്യന് ആവശ്യമുള്ളത് അവൻ്റെ കൈവശമുണ്ട്. താങ്കൾക്ക് ആവശ്യമുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അവൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം താങ്കൾ അവനിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. ഒരു പട്ടണത്തിലെ ചേരി പ്രദേശത്ത് പാർത്തിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ അവധിക്കാലം ആസ്വദിക്കുവാനായി പോയ ഒരു കൂട്ടം ആളുകൾ കപ്പലിൽ, അതും ഉൾക്കടലിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകൾ അവളെ കൂടെ ക്ഷണിച്ചു. അതിന് പോകാൻ നിവൃത്തിയൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ആ സ്ത്രീ അതിനു മുമ്പ് ഒരിക്കലും സമുദ്രം കണ്ടിട്ടില്ല. അവൾ കപ്പലിൽ യാത്ര ചെയ്ത് ഈ സമുദ്രം കണ്ടപ്പോൾ ഒരു ദിവസം നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്നവർ ചിന്തിച്ച് ഇത് എന്തൊരു കഷ്ടമാണ്. അവൾ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള മനോഹരമായ കാര്യങ്ങൾ അവധിക്കാലം ചെലവഴിക്കുവാൻ അവൾക്കുണ്ടാക്കിക്കൊടുത്തപ്പോൾ നിന്ന് കരയുന്നു. എന്ത് കഷ്ടം. ഏതായാലും അവർ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ഇവിടെ കരയുവാൻ തക്കവണ്ണം എന്തുണ്ടായി? കഴിക്കാനില്ലേ? എല്ലാമില്ലേ? അവൾ സമുദ്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആയുസ്സിൽ ആവശ്യം പോലെ ഉള്ളതായി ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം ദാ കിടക്കുന്നു, സമുദ്രത്തിലെ വെള്ളം. ഇത് മാത്രമാണ് അവൾ ആവശ്യം പോലെ ഉള്ളതായി കണ്ടത്. സുഹൃത്തെ, നമ്മുടെ ദൈവം കരുണാസമുദ്രമാണ്. അവനിൽ ആവശ്യത്തിനുണ്ട്. തൻ്റെ കൃപയാൽ അവൻ നമ്മെ രക്ഷിക്കുന്നു. ഈ ദൈവകൃപ അനുഭവിക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പാത്രങ്ങളായിരുന്ന നമ്മൾ അവിടുത്തെ കരുണയുടെ പാത്രങ്ങളായി മാറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ധനമാണ് നമ്മിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ ആത്മീയ ഗീതങ്ങളിൽ ദൈവകൃപ അവരുടെ ഇഷ്ടപ്രമേയമായി മാറിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അല്ലേ? രക്ഷയുടെ സന്തോഷം നമ്മുടെ വാക്കുകളാൽ വർണ്ണനാതീതമാണ്. ഈ സന്തോഷം തന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നാണ് പാപത്തിൽ വീണുപോയ ദാവീദ് ഒരിക്കൽ ദൈവത്തോട് നിലവിളിച്ചത്. ഈ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പ്രിയരെ? ഇല്ലെങ്കിൽ ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായം 11-12 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.